ഹായ് ഓൾ, നമ്മൾ ഏറ്റവും ഔട്ടർമോസ്റ്റ് ആയിട്ട് വരുന്ന എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം പറഞ്ഞു. ഇനി അതിൻ്റെ ജസ്റ്റ് ബെനീത്ത് തൊട്ടു താഴെയായിട്ട് വരുന്ന ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഓർ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റമാണ് പറയാൻ പോകുന്നത്. So this is a heterogeneous tissue system. Heterogeneous എന്ന് വെച്ചാൽ എന്താണ്? It is composed of different types of cells concerned with different functions. ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസിനെ കുറിച്ച് കൊണ്ടാണ് ഉണ്ടാക്കിയത് ആൻഡ് ഈച്ച് ഹാവ് ഡിഫറെൻറ്റ് ഫങ്ഷൻസ്. സോ നമ്മളൊരു ബേസിക് ഔട്ട്ലൈൻ ആണ് പറയുന്നത്. സ്റ്റെമ്മിലും റൂട്ടിലും കാണുന്നത്. ഇൻ സ്റ്റെം ആൻഡ് റൂട്ട് ഇറ്റ് ബേസിക്കലി ഇൻക്ലൂഡ്സ് കോർട്ടെക്സ്, പെരിസൈക്കിൾ, പിത്ത്, മെഡുലറി റേസ്. ഓക്കെ, സോ ആ ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ പൊതുവെ ഉണ്ടാകുന്നതാണ് ഫസ്റ്റ് വൺ കോർട്ടെക്സ്, പെരിസൈക്കിൾ, ദെൻ പിത്ത്, മെഡുലറി റേസ്. ഇതിൽ കോർട്ടെക്സ് തന്നെ നമുക്ക് ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നോക്കിയാൽ 3 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ എഗെയിൻ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ എന്താണ്? ഹൈപ്പോഡെർമിസ്, അതായത് ഏറ്റവും സബ് എപ്പിഡെർമലായിട്ടുള്ള റീജിയൻ. എപ്പിഡെർമിസിന് തൊട്ട് താഴെ ഉള്ളതിനെ നമ്മൾ ഹൈപ്പോഡെർമിസ് എന്നാണ് പറയുക. ആൻഡ് അത് കഴിഞ്ഞിട്ട് ജനറൽ കോർട്ടെക്സ് ആൻഡ് ഏറ്റവും താഴെയായിട്ട് എൻഡോഡെർമിസ്, അതായത് സ്റ്റീലിന് തൊട്ട് മുന്നേ ആയിട്ടാണ് എൻഡോഡെർമിസ് കാണുന്നത്. ഓക്കെ, ഇങ്ങനെ 3 ടൈപ്പ് കോർട്ടെക്സ് ഉണ്ട്. സോ ഇതാണ്. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ആദ്യം എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം കാണാം. അതായത് എപ്പിഡെർമിസ്, അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ക്യൂട്ടിക്കിൾ ഉണ്ട്. മേലെ ക്യൂട്ടിക്കുലാർ ഡെപ്പോസിഷൻ ആൻഡ് ട്രൈക്കോംസ് പ്രസൻ്റ് ആണ് ഇവർക്ക്. സോ അങ്ങനെ എപ്പിഡെർമൽ ടിഷ്യൂ സിസ്റ്റം. ദെൻ അതിന് തൊട്ടു താഴെയായിട്ടാണ് എന്ത് വരുന്നത്? ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം വരുന്നുണ്ട്. ദെൻ എന്ത് വരുന്നുണ്ട്? വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം. വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് സൈലം ആൻഡ് ഫ്ലോയം. ഓക്കെ, സോ ഇതിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ ആദ്യം കോർട്ടെക്സിൽ തന്നെ ഹൈപ്പോഡെർമിസ് കാണാൻ പറ്റും. തൊട്ട് താഴെയായിട്ട് ജനറൽ കോർട്ടെക്സ്, അവിടെ കോർട്ടെക്സ് എന്നാണ് എഴുതിയത്. ആൻഡ് അതിന് താഴെയായിട്ട് എൻഡോഡെർമിസ് കാണാൻ പറ്റും. എൻഡോഡെർമിസ് ആണ് ആ ഒരു ലിമിറ്റിംഗ് ലെയർ എന്ന് പറയുന്നത്. കോർട്ടെക്സിൻ്റെ ഏറ്റവും താഴെയായിട്ട് വരുന്നത് ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയാൽ മനസ്സിലാവും. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ആയിട്ടാണ് എൻഡോഡെർമിസ് കാണുന്നത്, നമ്മൾ എപ്പിഡെർമിസ് പറഞ്ഞതുപോലെ തന്നെ. ആൻഡ് ദെൻ അടുത്ത് വരുന്നതാണ് പെരിസൈക്കിൾ കാണാൻ പറ്റും. ദെൻ എന്ത് വരുന്നുണ്ട്? മെഡുലറി റേസ് വരുന്നുണ്ട്, പിത്ത് വരുന്നുണ്ട്. ഇത് കൂടാണ്ട് വരുന്നത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. സൈലം, ഫ്ലോയം, അതൊക്കെ വരുന്നത്. Okay, so first cortex. This is the cellular zone that spread from epidermal layer to layers enveloping the stele. എപ്പിഡെർമിസ് മുതൽ സ്റ്റീൽ വരെ കാണുന്ന സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ടിഷ്യൂസാണ് കോർട്ടെക്സ്. ഇൻ ഡൈക്കോട്ട് സ്റ്റെം, കോർട്ടെക്സ് ഈസ് ജനറലി ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു ഹൈപ്പോഡെർമിസ്, ജനറൽ കോർട്ടെക്സ് ആൻഡ് എൻഡോഡെർമിസ്. ഫസ്റ്റ് നമുക്ക് ഹൈപ്പോഡെർമിസ് നോക്കാം. ദിസ് ഈസ് ദി സബ് എപ്പിഡെർമൽ റീജിയൻ, അതായത് എപ്പിഡെർമിസിന് തൊട്ട് മുന്നേ ആയിട്ട്, തൊട്ട് ശേഷമായിട്ട്, അതായത് എപ്പിഡെർമിസിൻ്റെ താഴെയായിട്ട് കാണുന്ന റീജിയനാണ് കോർട്ടെക്സിൻ്റെ. ഇൻ ഡൈക്കോട്ട് സ്റ്റെം ഇറ്റ് ഈസ് കോളൻകൈമാറ്റസ്, വൈൽ ഇൻ മോണോകോട്ട് സ്റ്റെം ഇറ്റ് ഈസ് ക്ലീറൻകൈമാറ്റസ്. ഇൻ ഹെർബേഷ്യസ് ഗ്രീൻ പാൾ കോളൻകൈമാറ്റസ് സെൽസ് കണ്ടെയ്ൻ ക്ലോറോപ്ലാസ്റ്റ് ആൻഡ് ആർ ഫോട്ടോസിന്തറ്റിക്. ദെൻ അടുത്ത സെക്കൻഡ് ടൈപ്പ് ഓഫ് കോർട്ടെക്സ് ആണ് ജനറൽ കോർട്ടെക്സ്. ജനറൽ കോർട്ടെക്സ് എന്ന് പറയുന്നത് സെൻറ്ററിലായിട്ട്, അതായത് ഹൈപ്പോഡെർമിസിനും എൻഡോഡെർമിസിൻ്റെയും നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ദിസ് ഈസ് ദി റീജിയൻ ബിറ്റ്വീൻ ഹൈപ്പോഡെർമിസ് ആൻഡ് എൻഡോഡെർമിസ് ആൻഡ് ഇറ്റ് ഈസ് യൂഷ്വലി കമ്പോസ്ഡ് ഓഫ് ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ്. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ ഒക്കെ സെക്ഷൻ എടുത്ത് നോക്കിയാൽ പല ടൈപ്പ് ഓഫ് സെൽസിൽ ഒരുപാട് ഡെപ്പോസിഷൻസ് കാണാൻ പറ്റും. സ്റ്റാർച്ച് ഗ്രെയിൻസ്, അതുപോലെ റെസിൻ കനാൽസ്, സ്ക്ലെറീഡ്സ്, ഇങ്ങനെ ഒരുപാട് ഈ ജനറൽ കോർട്ടെക്സിൽ കാണാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സ്റ്റാർച്ച് ഗ്രെയിൻസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിസ്റ്റൽസ് ആർ ഫൗണ്ട് ഇൻ ദീസ് സെൽസ്. ചില പ്ലാന്റ്സിലായിരിക്കും കേട്ടോ ഉണ്ടാവുക, എല്ലാ ജനറൽ കോർട്ടെക്സിലും കാണില്ല, ചില പ്ലാന്റ്സിൻ്റെ ഇതിൽ കാണാൻ പറ്റും. Chloroplast may or may not be present. Sclerids, resin ducts, tannin cells, oil cavities and lactiferous tissues are also present. സോ ഇതൊക്കെ ഈ ഒരു ജനറൽ കോർട്ടെക്സിൽ കാണാം. ഇപ്പം ജിംനോസ്പേമിൻ്റെ ഒക്കെ കേസിലാണെങ്കിൽ റെസിൻ കനാൽസ് എന്തായാലും കാണാൻ പറ്റും.
സോ ഇതാണ് ഹൈപ്പോഡെർമിസ്, റീജിയൻ ബിറ്റ്വീൻ ജനറൽ കോർട്ടെക്സ്, റീജിയൻ ബിറ്റ്വീൻ ഹൈപ്പോഡെർമിസ് ആൻഡ് എൻഡോഡെർമിസ്. In roots, cortex is homogeneous and consists of only parenchyma cells. ഓർക്കുക, റൂട്ട്സിൽ എപ്പോഴും ഇത് പാരൻകൈമാറ്റസ് ആയിരിക്കും, അതായത് ഹോമോജീനിയസ് പാരൻകൈമ സെൽസ് ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് മെയിൻ ഫങ്ഷൻ ഈസ് ടു സ്റ്റോർ ഫുഡ് മെറ്റീരിയൽ ആൻഡ് ഗിവ് മെക്കാനിക്കൽ സപ്പോർട്ട് ടു സം എക്സ്റ്റെൻറ്റ്. ഇതിൻ്റെ ഏറ്റവും മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഫുഡ് സ്റ്റോറേജ് ആണ്. ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ടും ഒരു പരിധി വരെ കൊടുക്കുന്നുണ്ട്. ആൻഡ് തേർഡ് കോർട്ടെക്സ് ആണ് എൻഡോഡെർമിസ്. എൻഡോഡെർമിസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദി കോർട്ടെക്സ്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് ലെയർ ഓഫ് ദി കോർട്ടെക്സ്. ഓക്കെ, സം ഹിസ്റ്റോളജിസ്റ്റ് കൺസിഡർ ഇറ്റ് ഓൺലി ആസ് എ ലിമിറ്റിംഗ് ലെയർ ഓഫ് സ്റ്റീൽ. സ്റ്റീലിന് തൊട്ട് മുന്നേ ആയിട്ട് വരുന്ന ലെയറാണ് എന്ത്, എൻഡോഡെർമിസ്. ഓക്കെ, സോ ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈപ്പോഡെർമിസ്, കോർട്ടെക്സ്, എൻഡോഡെർമിസ് മുതലാണ് സ്റ്റീല് തുടങ്ങുന്നത്. സോ എൻഡോഡെർമിസ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് കോമ്പാക്റ്റ്ലി അറേഞ്ച്ഡ് ആയിട്ടുള്ള സെൽസാണ്, ബാരൽ ഷേപ്ഡ് സ്ട്രക്ചറാണ്, അറേഞ്ച്ഡ് വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. നിങ്ങൾക്ക് നോക്കിയാൽ എപ്പിഡെർമിസിൻ്റെ അതേ സ്ട്രക്ചർ പോലെ തോന്നും. ഓക്കെ, this layer is made up of compactly arranged parenchyma cells which appear tubular or barrel shaped in cross section. The characteristic feature of this cell is the presence of bands or strips of suberin on their radial and transverse walls. These are commonly called Casparian strips. ഈ ഒരു എൻഡോഡെർമിസിൽ കാസ്പേരിയൻ സ്ട്രിപ്സ് പ്രസൻ്റ് ആയിരിക്കും, അതായത് സുബെറിൻ ഡെപ്പോസിറ്റഡ് ആയിരിക്കും. എൻഡോഡെർമിസിൻ്റെ ട്രാൻസ്വേഴ്സ് വാളിലും റേഡിയൽ വാൾസിലുമായിട്ട് സുബെറിൻ ഡെപ്പോസിഷൻ ഉണ്ടാവും. സോ സുബെറിൻ എന്താണ്, നമ്മൾ പറഞ്ഞു വാട്ടറിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ് സുബെറിന്. വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻഡോഡെർമിസ് ഒരു വാട്ടർ ടൈപ്പ് ഡാമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവർ വാട്ടറിനെ കടത്തി വിടില്ല. ഈ സുബെറിൻ ഡെപ്പോസിഷനുള്ള സെൽസ് ഒരിക്കലും വാട്ടറിനെ കടത്തി വിടില്ല. സോ ഈ ഒരു പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, റൂട്ടിൻ്റെ കേസാണ് ഇത്. ആദ്യം എപ്പിഡെർമിസ് ഉണ്ട്, കോർട്ടെക്സ് ഉണ്ട്. കോർട്ടെക്സിലെ എൻഡോഡെർമിസ് കാണാൻ പറ്റും. അവിടെ കാസ്പേരിയൻ സ്ട്രിപ്സ് പ്രസൻ്റ് ആണ്. അവരുടെ വോളിൽ സുബെറിൻ ഡെപ്പോസിഷൻ ഉണ്ട്. ഓക്കെ, ദെൻ അതിന് തൊട്ടു താഴെയായിട്ട് വരുന്നതാണ് പെരിസൈക്കിൾ. Pericycle surrounds the vascular tissue and it forms the limiting layer of the stele. ഓക്കെ, പെരിസൈക്കിൾ ആണ് എന്ത്, സൈലം ഫ്ലോയം, അതായത് വാസ്കുലാർ ബണ്ടിലിന് ചുറ്റും കാണുന്നതാണ് പെരിസൈക്കിൾ എൻഡോഡെർമിസിന് താഴെയായിട്ട്. ഇറ്റ് മേ ബി സിംഗിൾ ലെയേർഡ് ഓർ മെനി ലെയേർഡ്. ഒന്നെങ്കിൽ സിംഗിൾ ആവാം അല്ലെങ്കിൽ മെനി ആവാം. പെരിസൈക്കിൾ റീജിയൻ മേ ബി ഹോമോജീനസ് ഓർ ഹെട്രോജീനസ്. ദെൻ തേർഡ് വണ്ണാണ് പിത്ത്. പിത്ത് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ പറഞ്ഞു ഏറ്റവും സെൻറ്ററിൽ കാണുന്ന ആ പോർഷനാണ് പിത്ത്. ഓക്കെ, പിത്ത് ഈസ് മോർ ഓർ ലെസ് സിലിണ്ട്രിക്കൽ ഗ്രൗണ്ട് ടിഷ്യൂ വിച്ച് ഫോം ദി സെൻട്രൽ കോർ ഓഫ് ദി സ്റ്റെം. ഒരു സ്റ്റെമ്മിൻ്റെ ഏറ്റവും സെൻട്രൽ കോറാണ് പിത്ത്. ഇറ്റ് ഈസ് എക്സ്റ്റേണലി ബൗണ്ട് ബൈ ദി വാസ്കുലാർ ബണ്ടിൽസ്. നിങ്ങൾക്ക് കാണാൻ പറ്റും പിത്തിന് ചുറ്റുമായിട്ടാണ് വാസ്കുലാർ ബണ്ടിൽസ് സ്റ്റെമ്മിൻ്റെ കേസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സ്റ്റേണലി ബൗണ്ട് ബൈ വാസ്കുലാർ ബണ്ടിൽസ്. പിത്തിന് ചുറ്റുമായിട്ട് വാസ്കുലാർ ബണ്ടിൽസ് പ്രസൻ്റ് ആണ്. യൂഷ്വലി ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ലൂസ്ലി അറേഞ്ച്ഡ് പാരൻകൈമ സെൽസ് വിത്ത് ഇൻ്റർസെല്ലുലാർ സ്പേസസ്. പാരൻകൈമ സെൽസ് ആയിരിക്കും, കോമ്പാക്റ്റ്ലി അല്ല ലൂസായിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അവർക്കിടയിൽ ഇൻ്റർസെല്ലുലാർ സ്പേസസ് പ്രസൻ്റ് ആയിരിക്കും. ആൻഡ് നമ്മൾ ജനറൽ കോർട്ടെക്സ് പറഞ്ഞതുപോലെ തന്നെ ദേ കണ്ടെയ്ൻ സ്റ്റാർച്ച്, ഫാറ്റി സബ്സ്റ്റൻസ്, ടാനിൻസ് ആൻഡ് ക്രിസ്റ്റൽസ് വിത്ത് ഈസ് കൺസേൺഡ് വിത്ത് ഫുഡ് സ്റ്റോറേജ്. സോ ഇവരുടെ ഫങ്ഷനും ഫുഡ് സ്റ്റോറേജ് ആണ്. ഓക്കെ അല്ലേ പിത്ത്. ദെൻ ഫോർത്ത് വണ്ണാണ് മെഡുലറി റേസ്. മെഡുലറി റേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ വാസ്കുലാർ ബണ്ടിൽസ് കാണാൻ പറ്റും. ഈ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലായിട്ട് വരുന്ന കുറച്ച് നീണ്ടിട്ടുള്ള പാരൻകൈമ സെൽസാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഓക്കെ,
These are the long strips of parenchymatous tissue seen in between vascular bundles. There are in fact extensions of pith cell into the intervesicular region. In roots, medullary rays are not distinct. സോ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഇൻ്റർഫെസിക്കുലാർ റീജിയൻ എന്ന് വെച്ചാൽ ഏതാ? ഫെസിക്കുലാർ എന്ന് പറയുന്നത് ബണ്ടിൽസിനെയാണ് ഫെസിക്കുലാർ എന്ന്. സോ ബിറ്റ്വീൻ ബണ്ടിൽസ്, അതാണ് ഇൻ്റർഫെസിക്കുലാർ എന്ന് പറയുന്നത്. സോ ഈ പിത്ത് റീജിയന് ഈ ഒരു ഇൻ്റർഫെസിക്കുലാർ, അതായത് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്, അവിടെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ പിത്ത് ഈ ഒരു ഇൻഡോഫെസിക്കുലാർ റീജിയനിലോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നതിനെയാണ് മെഡുലറി റേസ് എന്ന് പറയുന്നത്. ഓക്കെ, ലോങ് ആയിട്ടുള്ള സ്ട്രിപ്പ് ഓഫ് പാരൻകൈമാറ്റസ് ടിഷ്യൂസ് ആണ്. ആൻഡ് റൂട്ടിൻ്റെ കേസിൽ ഇവർ ഡിസ്റ്റിങ്ക്റ്റ് അല്ല. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ടാവും. ആ വാസ്കുലാർ ബണ്ടിൽസിൻ്റെ താഴെയായിട്ട് കേട്ടോ, പിത്തിന് തൊട്ട് മേലെയായിട്ട് വാസ്കുലാർ ബണ്ടിൽസ് ഉണ്ട്. ഈ രണ്ട് വാസ്കുലാർ ബണ്ടിൽസിൻ്റെ ഇടയിലായിട്ട് ലോങ് ആയിട്ടുള്ള പാരൻകൈമ സ്ട്രിപ്സ്, കുറച്ച് നീണ്ടിട്ടുള്ള സെൽസായിട്ട് മെഡുലറി റേസിനെ കാണാൻ പറ്റും. ഓക്കെ, അതായത് മെഡുലറി റേസ് പ്രസൻറ്റ് ബിറ്റ്വീൻ വാസ്കുലാർ ബണ്ടിൽസ്. സോ ഇതാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം.